നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജോസ് മോൻസ്ലിക്സ്. എന്റെ പിറകിൽ കാണുന്ന കപ്പലുകളുടെ പുറമേയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ വിശേഷങ്ങൾ പെട്ടെന്ന് കാണാം. എന്റെ ഈ പിറകിൽ കാണുന്ന കപ്പല് അതിന്റെ ഏറ്റവും മുൻഭാഗമാണ് ഈ കാണുന്നത്. അപ്പം മുൻഭാഗം 5.6 മീറ്ററോളം മുങ്ങിക്കിടപ്പുണ്ട്. അപ്പൊ ഇവിടെ ഒരു റിപ്പയറിങ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ കപ്പല് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഇടതുവശത്തുള്ള നങ്കൂരമാണ് ഏറ്റവും മുകളിൽ ഇങ്ങനെ കാണുന്നത്. അപ്പം കരയിലോട്ട് ഇവര് കയറ് വെച്ചിട്ടാണ് കപ്പലിനെ ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്നത്. അപ്പൊ ഈ ചുവപ്പ് കളറടിച്ച പെയിന്റ് അടിച്ചിരിക്കുന്ന ഈ ഭാഗങ്ങളൊക്കെ തന്നെ ഗുഡ്സ് ഒക്കെ കയറ്റുമ്പം താഴോട്ട് മുങ്ങിപ്പോകുന്നതാണ്. ഇപ്പം നമ്മൾ ഈ റിപ്പയറിങ്ങിന് വന്നതുകൊണ്ട് തന്നെ ഈ കപ്പല് മൊത്തത്തില് കാലിയാക്കിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കപ്പൽ കരയ്ക്കടുക്കുന്ന സമയത്ത് ടഗ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മളെ ഉന്തി അകത്തേക്ക് കരയിലോട്ട് അടുപ്പിക്കാൻ സഹായിക്കുന്നത്. അപ്പൊ ടഗിന് ഉന്താന്, അതായത് തള്ളാൻ വേണ്ടിയുള്ള നല്ല സ്ട്രെങ്ത് കൂടിയ, ശക്തി കൂടിയ സ്ഥലങ്ങളാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന ടഗ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കപ്പല് ഈ വലതുവശത്തുള്ള കപ്പലാണ്. അപ്പം ഞങ്ങളുടെ തൊട്ടടുത്താണ് ഈ പറഞ്ഞ ഇടതുവശത്ത് ഈ മഞ്ഞ കളർ പെയിന്റ് അടിച്ച കപ്പൽ വന്നിരിക്കുന്നത്. കപ്പലുകളെ പൊതുവെ സ്ത്രീ ആയിട്ടാണ് കണക്കാക്കാറുള്ളത്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് കപ്പലിനെ സുന്ദരിയാക്കുന്ന കഥയൊക്കെ. ഇപ്പൊ ഇവിടെ നമുക്ക് കാണുന്ന കപ്പലിന് ഈ കാണുന്നതൊക്കെ ബിറ്റാണ്. അതായത് ഈ ടഗൊക്കെ വരുമ്പോൾ അവരുടെ കയറ് കപ്പലിനെ ആയിട്ട് ബന്ധിപ്പിച്ച് കപ്പലിനെ വലിക്കാനൊക്കെയാണ് ആ ബിറ്റ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞത് പൊതുവെ നമ്മൾ കപ്പലിനെ സ്ത്രീ ആയിട്ടാണ് കണക്ക് കൂട്ടാറുള്ളത്. ഇപ്പൊ നമ്മൾ ഒരേപോലെ നിർമ്മിക്കുന്ന കപ്പലുകളെ സിസ്റ്റർ വെസൽസ് അല്ലെങ്കിൽ സിസ്റ്റർ ഷിപ്പുകൾ എന്നാണ് പറയുന്നത്. അതായത് അതിന്റെ നീളവും വീതിയും എല്ലാ കാര്യങ്ങളും ഒരുപോലെ ഇരിക്കും, പേര് മാത്രമേ ഉള്ളൂ വ്യത്യാസമുള്ളൂ. ഇപ്പൊ നമ്മള് റിപ്പയറിങ്ങിനൊക്കെ ആയിട്ടാണ് ഇവിടെ കപ്പലുകൾ വന്നിരിക്കുന്നത്. അപ്പൊ അതിനുള്ള വെൽഡിങ്ങിനൊക്കെ ആവശ്യമുള്ള പവറ കാര്യങ്ങളൊക്കെയാണ് ഇതുപോലത്തെ ബോക്സിൽ നിന്ന് പോകുന്നത്. അപ്പൊ നമ്മൾ ഈ റിപ്പയറിങ്ങിന് വരുമ്പം ഞാൻ പറഞ്ഞു കപ്പല് ലോഡ് ചെയ്തിട്ടില്ല, മൊത്തം കാലിയാണ്. അത് നല്ല പൊക്കത്തിലാണ് ഇരിക്കുന്നത് കപ്പല്. അപ്പൊ അതുകൊണ്ട് തന്നെ കപ്പലിലേക്ക് കയറാൻ വേണ്ടി ഈ യാർഡുകാര് കപ്പല് റിപ്പയറിങ് അവരുടെ ഗ്യാങ് വേ ആണ് ഇങ്ങനെ മേളിലോട്ട് കൊടുത്തിരിക്കുന്നത്. ഇതുവഴിയാണ് നമ്മൾ കപ്പലിലേക്ക് കയറേണ്ടത്. ഒരു റോറോ വിഭാഗത്തിൽപ്പെട്ട ഒരു കപ്പലാണിത്. റോറോ എന്ന് പറഞ്ഞാല് ഞാൻ പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട്, റോൾ ഓൺ റോൾ ഓഫ്. അതായത് ഓടിച്ചു കയറ്റാൻ പറ്റുന്ന വാഹനങ്ങളും പല കാര്യങ്ങളും നമുക്കിതിൽ കയറ്റാൻ സാധിക്കും. അപ്പൊ ഈ കപ്പല് റിപ്പയറിങ്ങിന് വേണ്ടി കാത്തു കിടക്കുവാണ്. അപ്പം അതിന് മുകളിലുള്ള പല റിപ്പയറിങ് വർക്കുകളൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിപ്പുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഒരേ രീതിയിൽ ഉണ്ടാക്കുന്ന കപ്പലുകളെ സിസ്റ്റർ കപ്പലുകൾ, സിസ്റ്റർ വെസൽസ് എന്ന് പറയുന്ന. അപ്പൊ ഇതിന്റെ പുറകില് ഇതിന്റെ ഒരു സിസ്റ്റർ കിടപ്പുണ്ട്. ഒരൊറ്റ പ്രത്യേകതയേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ കണ്ട കപ്പല് വെള്ളത്തിലാണെങ്കിൽ പിറകിൽ കിടക്കുന്ന കപ്പല് കട്ടപ്പുറത്ത് കരയിലാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ രണ്ടിനെയും വെച്ചിട്ട് ഞാനൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഈ കാണുന്ന കപ്പല് 210 മീറ്റർ നീളമുള്ള കപ്പലാണ്, 32 മീറ്റർ വീതിയുണ്ട്. എന്തെങ്കിലും സ്പെയർ പാർട്സ് ഒക്കെ കപ്പലിലേക്ക് കയറ്റാൻ വേണ്ടിയാണ് ഇതുപോലത്തെ ക്രെയിനുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ നമ്മള് ആദ്യം കണ്ട കപ്പലിന്റെ ഏറ്റവും പിറകുഭാഗമാണ് ഇവിടെ കിടക്കുന്നത്. ഇനി അടുത്ത് നമ്മൾ കയറുന്നത് ഒരു ഫ്ലോട്ടിംഗ് ഡ്രൈ ഡോക്കിലേക്കാണ്. ഇപ്പൊ ഈ ഫ്ലോട്ടിംഗ് ഡോക്കില് കട്ടപ്പുറത്ത് അല്ലെങ്കിൽ കരയ്ക്ക് കിടക്കുന്ന ഇതിന്റെ സിസ്റ്റർ, നേരത്തെ കണ്ട കപ്പലിന്റെ സിസ്റ്റർ കപ്പലാണ് നമ്മൾ ഈ കാണുന്നത്. അതിന്റെ പ്രൊപ്പല്ലറും ഒക്കെ, അതിന്റെ പ്രൊപ്പല്ലറിലൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പിറകെ കാണുന്ന സംഭവം നമ്മൾ സ്റ്റിയറിംഗ് ഒക്കെ തിരിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഡയറക്ഷനിൽ കപ്പലിനെ തിരിക്കാൻ ഉപയോഗിക്കുന്ന ഡ്രഡറാണ്. ഏകദേശം 9 മീറ്റർ ഹൈറ്റ് ഉണ്ട് ഇതിന്. നമ്മൾ കാണുമ്പോൾ, വീഡിയോക്കകത്ത് കാണുമ്പോൾ വളരെ ചെറുതായിട്ട് തോന്നുമായിരിക്കും. അപ്പൊ അതിലെ പണികളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 5 വർഷത്തിൽ ഒരിക്കലാണ് സാധാരണഗതിയിൽ കപ്പലിനെ ഇതുപോലെ കരയ്ക്ക് കയറ്റുന്നത്. അപ്പൊ അങ്ങനെ കരയ്ക്ക് കയറ്റുന്ന സമയത്താണ്
കപ്പലിന്റെ ഈ പുറകുവശവും പുറത്തും താഴെയും ഒക്കെ പെയിന്റ് അടിക്കുന്നതൊക്കെ. അപ്പൊ ഇതിന്റെ പെയിന്റ് അടിയെല്ലാം കഴിഞ്ഞിരിക്കുന്ന ഒരു കപ്പലാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഈ കപ്പലിന് 210 മീറ്റർ നീളമുണ്ടെന്ന്. നമ്മള് പയ്യെ കപ്പലിന്റെ ഏറ്റവും മുൻവശത്തോട്ട് പോവുകയാണ്. 2 തരത്തിലുള്ള ഡ്രൈ ഡോക്കുകളുണ്ട്. ഡ്രൈ ഡോക്ക് എന്ന് പറഞ്ഞാൽ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഡ്രൈ ആയിട്ടുള്ള, അതായത് ഉണങ്ങിയ ഒരു ഡോക്കാണ്. അതായത് ഇവിടെ വെള്ളമില്ല, കരയ്ക്ക് കപ്പലിലെ കട്ടപ്പുറത്ത് കയറ്റുന്നതിനാണ് ഡ്രൈ ഡോക്കിൽ കയറ്റുക എന്ന് പറയുന്നത്. നമ്മൾ പണ്ട് തമാശ രീതി പറയുന്നു വണ്ടി കട്ടപ്പുറത്താണ്, അതുപോലെയൊക്കെ തന്നെയാണ് ഇവിടെയും. ബ്ലോക്കുകളിലാണ്, ചെറിയ ചെറിയ ബ്ലോക്കുകളിലാണ് ഇവിടെ കപ്പൽ ഇരിക്കുന്നത്. നമുക്ക് കപ്പലിന്റെ ഏറ്റവും മുൻവശത്തോട്ട് പോകാം. സാധാരണഗതിയിൽ 5 കൊല്ലത്തിൽ ഒരിക്കലാണ് കപ്പലിനെ ഇതുപോലെ കട്ടപ്പുറത്ത് കയറ്റാറുള്ളത്, ഡ്രൈ ഡോക്കിൽ കയറ്റാറുള്ളത്. അപ്പൊ ആ സമയത്താണ് നമുക്ക് മറ്റ് സമയങ്ങളിൽ ചെയ്യാൻ പറ്റാത്ത പല ജോലികളും ചെയ്തു തീർക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് പെയിന്റ് അടി, അതുപോലെ ഈ പ്രൊപ്പല്ലറിന്റെ ഒക്കെ മെയിൻ്റനൻസ്, അങ്ങനെ മൊത്തത്തിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. കുറച്ചുനാൾ കഴിയുമ്പോൾ നമ്മുടെ കപ്പലും, ഈ കപ്പൽ ഇറങ്ങി കഴിയുമ്പോൾ നമ്മുടെ കപ്പലും ഇതുപോലെ കരയ്ക്ക് കയറാനുള്ളതാണ്. അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പൊ നമ്മൾ ഏകദേശം കപ്പലിന്റെ മുൻവശത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 2 തരത്തിലുള്ള ഡ്രൈ ഡോക്കുകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഒരു ഫ്ലോട്ടിംഗ് ഡ്രൈ ഡോക്കിലാണ്. അതായത് ഇപ്പൊ കപ്പലിരിക്കുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ, അതിനകത്ത് നിറയെ ടാങ്കുകളുണ്ട്. അപ്പം ആ ടാങ്കുകളിൽ വെള്ളം നിറച്ച് കഴിയുമ്പോഴത്തേക്കും ഇതെല്ലാം മൊത്തത്തിൽ ഇരിക്കും താഴോട്ട്. അപ്പൊ നമ്മുടെ ഈ ഒരു കപ്പലിന്റെ റിപ്പയറിങ്ങും പെയിന്റിങ്ങും എല്ലാം തന്നെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും കപ്പൽ പുറത്തേക്ക് പോകണമെങ്കിൽ വെള്ളം കയറണമല്ലോ. അതിനുവേണ്ടി ഈ പറഞ്ഞ ഡ്രൈ ഡോക്കിലെ ടാങ്കുകളിലൊക്കെ നിറച്ചും വെള്ളം കയറ്റും. അപ്പൊ മൊത്തത്തിൽ ഇത് താഴോട്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ കപ്പലിന് പൊങ്ങിക്കിടക്കാൻ ആവശ്യമുള്ള ആ ഒരു ലെവല് വെള്ളം വരെ ഈ ഒരു നമുക്ക് എത്തിയാൽ മാത്രമേ ഉള്ളൂ കപ്പലിനെ പുറത്തേക്ക് എടുക്കാൻ സാധിക്കത്തുള്ളൂ. ഇപ്പൊ നമുക്ക് കാണാം കപ്പലിന് ഏറ്റവും മുൻമുഖമായ ബൾബസ് ബൗവാണ് ഈ കാണുന്നത്. ഇവിടെ സൂര്യൻ അസ്തമിക്കാറായി, അതുകൊണ്ടാണ് കുറച്ച് വെട്ടത്തിന്റെ ഒക്കെ കുറവ്. ഈ കാണുന്ന ഭാഗങ്ങള്, ഈ കാണുന്ന ചെറിയ 2 പ്രൊപ്പല്ലർ പോലിരിക്കുന്ന സാധനം ബൗത്രസ്റ്റർ എന്ന് പറയും. കപ്പൽ കരക്കടുക്കുമ്പോഴത്തേക്കും നമുക്ക് കപ്പല് കരക്കടുക്കാൻ സഹായിക്കുന്ന ചെറിയ 2 സാധനങ്ങളാണ് ഈ ബൗത്രസ്റ്റർ. ഞങ്ങളുടെ കപ്പലിന്, ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന കപ്പലിൽ ഒരെണ്ണേ ഉള്ളൂ. അത് കപ്പലിന്റെ ടൈപ്പ് ഒക്കെ അനുസരിച്ച്, സൈസ് അനുസരിച്ച് വ്യത്യാസപ്പെടാം. അപ്പൊ ഇവിടെ കണ്ടോ, ഇവിടെ കാണുമ്പോൾ വളരെ ചെറുതായിട്ട് തോന്നുമെങ്കിലും 10 മീറ്റർ അടുത്ത് ഉയരമുണ്ട് ഈ ഒരു ഭാഗത്തിന്. ഇതിന്റെ ആങ്കറിന്റെ നങ്കൂരത്തിന്റെ പണികളൊക്കെ കഴിഞ്ഞതുകൊണ്ടാണ് മുകളിൽ കയറ്റി വെച്ചിരിക്കുന്നത്. നമ്മുടെ കപ്പൽ കയറുമ്പോൾ നങ്കൂരമൊക്കെ പുറത്തേ അടിക്കുമ്പം ആ കാഴ്ചകൾ ഞാൻ നിങ്ങളെ കാണിക്കാം. വീഡിയോക്കകത്ത് കാണുമ്പോൾ നമുക്ക് വലിയ വലിപ്പം തോന്നിക്കത്തില്ലെങ്കിലും നല്ല അത്യാവശ്യം നല്ല സൈസുള്ള കപ്പലാണിത്. ഇപ്പൊ കപ്പലിന്, എല്ലാ കപ്പലിനും ഒരു ഡോക്കിംഗ് പ്ലാൻ എന്ന് പറഞ്ഞൊരു പ്ലാൻ ഉണ്ട്. അപ്പൊ ഇതുപോലെ ഡ്രൈ ഡോക്കിൽ കയറ്റുമ്പം ഈ പറയുന്ന ബ്ലോക്കുകളൊക്കെ എങ്ങനെ അറേഞ്ച് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആ ഡോക്കിംഗ് പ്ലാനിൽ വൃത്തിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ചിട്ടാണ് യാർഡുകാർ ഈ ഒരു ബ്ലോക്ക് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തതിന് ശേഷമാണ് കപ്പലിനെ താഴത്തോട്ട് ഇരുത്തുന്നത്. ഈ കാണുന്നതാണ് ഡ്രാഫ്റ്റ് മാർക്കുകൾ. കപ്പൽ എത്രമാത്രം മുങ്ങിയിരിക്കുന്നു എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒരു ഇതാണ് ഡ്രാഫ്റ്റ് മാർക്ക്. ഈ മുന്നോട്ട് തള്ളി നിൽക്കുന്ന ഭാഗത്തിന് തന്നെ 8 മീറ്റർ നീളമുണ്ട്. അപ്പൊ നമുക്കിനി പയ്യെ ഈ കപ്പലിന്റെ പുറകുവശത്തേക്ക് നടക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ റെഡ് കളർ അടിച്ചേക്കുന്ന ഭാഗമായിരിക്കും മിക്കപ്പോഴും വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ഭാഗം. പല മാർക്കിങ്ങുകളെല്ലാം കഴിഞ്ഞ്, അത്യാവശ്യം പെയിന്റിങ് എല്ലാം കഴിഞ്ഞിരിക്കുന്ന ഒരു കപ്പലാണ്. അപ്പൊ നിങ്ങൾ ഓർക്കും ഇവിടെ എന്താണ് കുറച്ച് മാർക്ക് ഇരിക്കുന്നതെന്ന്. നേരത്തെ ഈ കപ്പല് ഇവിടെ കയറ്റി പെയിന്റ് എല്ലാം അടിച്ചതാണ്. അതിനുശേഷം പ്രൊപ്പല്ലറിലെ ജോലികൾ തീരാതെ വന്നപ്പോഴത്തേക്കും ഈ ഒരു കപ്പലിനെ പുറത്തിറക്കി കുറച്ചുനാൾ കഴിഞ്ഞ് വീണ്ടും ആ പ്രൊപ്പല്ലറിന്റെ വർക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടി കയറ്റിയേക്കുവാണ്. അപ്പൊ ഇങ്ങനത്തെ സമയത്താണ് അതായത് ഡ്രൈ ഡോക്കിൽ കയറ്റുന്ന സമയത്താണ് ഇതുപോലത്തെ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ ഞാൻ
ഇപ്പൊ ഞങ്ങളുടെ കപ്പല് കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ കപ്പൽ ഇറങ്ങി കഴിയുമ്പോൾ അകത്തേക്ക് കയറുന്നുണ്ട്. അപ്പം കൂടുതൽ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാൻ ശ്രമിക്കാം. ലോകത്തിന്റെ പല ഭാഗത്തായിട്ട് ഇവിടെ ഡ്രൈ ഡോക്കുകളുണ്ട്. ദുബായിലും ചൈനയിലും ഒക്കെയാണ് കൂടുതലും നമ്മൾ കപ്പലുകൾ ഡ്രൈ ഡോക്കിൽ പോയിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ ഇരിക്കുന്നത് ടർക്കി എന്ന ഒരു രാജ്യത്തെ ഒരു ഫ്ലോട്ടിംഗ് ഡോക്കിലാണ്. അപ്പൊ 210 മീറ്ററോളം ഒരു വശം നടന്ന് തിരിച്ച് അത്രയും തന്നെ തിരിച്ച് നടന്ന് ഏകദേശം 1/2 കിലോമീറ്റർ ഈ ഒരു കപ്പലിന് വേണ്ടി തന്നെ നടന്നു. അപ്പൊ മറ്റേ കപ്പലിനും കൂടെ ഏകദേശം അത്രയും നടക്കുന്നുണ്ട്. നമ്മൾ നടന്ന് കപ്പലിന്റെ പുറത്തെ വശത്ത് എത്തി. അവിടെ പണികളൊക്കെ നല്ല തകൃതിയായിട്ട് നടപ്പുണ്ട്. ഈ പണികൾ കഴിഞ്ഞിട്ട് വേണം അടുത്ത കപ്പലിലേക്ക് എത്തി അടുത്ത പണി തുടങ്ങാൻ. അപ്പൊ ഈ പണികളെല്ലാം കഴിയുമ്പോഴത്തേക്കും സർവേയർ വന്ന് എല്ലാം കറക്റ്റ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യും. എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തീർത്തിട്ട് നമുക്ക് ഇറക്കാൻ സാധിക്കത്തുള്ളൂ. ബാക്കി കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വരും ദിവസങ്ങളിൽ വീഡിയോയിൽ കാണാം. അപ്പൊ ഈ കാണുന്നത് ഈ വാഹനത്തിന്റെ ഒക്കെ പേര് ചെറി പിക്കർ എന്നാണ്. കാരണം ഇത്ര ഉയരമുള്ള കപ്പലിൽ പെയിന്റ് അടിക്കാനും മറ്റു പല കാര്യങ്ങൾക്കും നമുക്ക് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഇതുപോലത്തെ വാഹനങ്ങളിലാണ് അതിന്റെ ആ ഉയരത്തിലേക്ക് എത്താൻ സാധിക്കത്തുള്ളൂ. അവിടെ പണികൾ നടപ്പുണ്ട്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും സ്റ്റേ ട്യൂൺ, സ്റ്റേ സേഫ്. താങ്ക് യു.